കാടിനുള്ളിൽ 7 നിലകളിലായി മറഞ്ഞിരിക്കുന്ന വമ്പനൊരു കോട്ട. വിശ്വസിക്കാൻ പ്രയാസം കാണുമല്ലേ? പക്ഷേ സംഗതി ശരിയാണ് കേട്ടോ. എന്തായാലും ഞാൻ ഒത്തിരി പറഞ്ഞ് കാട് കയറുന്നില്ല. കാരണം കാട്ടിലൂടെ കാട്ടിലേക്കാണ് യാത്ര. പിന്നെ ഈ പോകുന്ന കാടിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ആ പ്രത്യേകത എന്താണെന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന 7 നിലകളിലായി മറഞ്ഞിരിക്കുന്ന ആ കോട്ടയിലേക്ക്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് തീർത്ഥഹള്ളി. തീർത്ഥഹള്ളിയിലാണ് മറഞ്ഞിരിക്കുന്ന 7 നിലകളിലായി മറഞ്ഞിരിക്കുന്ന ആ കോട്ടയുള്ളത്. ആ കോട്ടയുടെ പേരാണ് കവലേദുർഗ കോട്ട എന്നറിയപ്പെടുന്നത്. അങ്ങനെ കോട്ട സ്ഥിതി ചെയ്യുന്ന മലഞ്ചെരുവിന് താഴെയാണ് പാർക്കിങ്. ഞാൻ എൻ്റെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം മുകളിലേക്കുള്ള പാതയിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അതൊരു നടപ്പാതയാണ്. മുന്നോട്ട് നടന്നാൽ താഴേക്ക് ഇറങ്ങുന്നത് ഒരു വയൽ വരമ്പിലേക്ക്. വിത കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ വല്ലതുമേ ആയിട്ടുണ്ടാവൂ. മുളവേലിയിൽ കുറുകെ 2 തടിക്കഷ്ണങ്ങൾ വെച്ച് തനി നാടൻ ഗേറ്റും കടന്ന് ഇളം പച്ചപ്പട്ട് വിതാനിച്ച പാടത്തിന്റെ വരമ്പിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു. ഇനിയൊരു കാനനപാതയാണ്. മുകളിലേക്ക് ഏതാണ്ട് 1/2 കിലോമീറ്റർ നടന്നു കാണും. അല്പമകലെ മുകളിലായി കോട്ടമതിൽ കാണാനായി. പശ്ചിമഘട്ടത്തിന്റെ സ്വാഭാവിക പ്രകൃതിയോട് ഇഴചേർന്ന് താഴ്വരയുടെ സാന്ദ്രഹരിതാഭയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കോട്ട. കോട്ടക്കൊത്തളങ്ങളാകെ വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും കൊണ്ട് കാട് ആലിംഗനം ചെയ്തിരിക്കുന്നു. കുന്നിൻ മുകളിലേക്ക് 7 തട്ടുകളായാണ് കോട്ടയുടെ കിടപ്പ്. ചതുരാകൃതിയിൽ വെട്ടിയൊരുക്കിയ കൂറ്റൻ കരിങ്കൽപ്പാളികൾ കൊണ്ട് കോട്ടമതിലുകൾ നിർമ്മിച്ചതായിട്ട് കാണാം. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ചാരുത ചോരാതെ മതിലുകളിലെ ശിലാശില്പങ്ങൾ, കോട്ടയ്ക്ക് മുഴുവനായിട്ടുമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ. എല്ലാ കോട്ടകൾക്കും വിശാലമായ വാതിലുകളും കാവൽപ്പുരകളും അതോടൊപ്പം തന്നെ തന്ത്രപ്രധാനമായ പല രീതിയിലുള്ള സംവിധാനങ്ങളും. അങ്ങനെ പ്രശസ്തമായ കവലേദുർഗ കോട്ടയിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്.
കവലേദുർഗയുടെ രൂപകൽപ്പനയും നിർമ്മിതിയും അക്ഷരാർത്ഥത്തിൽ വിസ്മയാവഹമാണ്. കടന്നുവരുന്ന ഓരോരുത്തരുടെയും കണ്ണിൽ കൗതുകമുയർത്തുന്ന കാഴ്ചകൾ. മൂന്നാമത്തെ കോട്ടവാതിൽ കടന്നതോടുകൂടിയാണ് രാജവാഴ്ചയുടെ നഷ്ടപ്രൗഢി നമ്മുടെ കൺമുന്നിൽ തെളിയാൻ പോകുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ക്ഷേത്രത്തിൻ്റെ കരിങ്കൽ ചുവരുകളിൽ ആയുധമേന്തിയ ഭടന്മാരുടെ ചിത്രങ്ങളും സർപ്പവും പക്ഷിയും ആനയും കുതിരയും ഒക്കെയുള്ള ഒരു ചെറിയ കോട്ടയുടെ വിശാല ദൃശ്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കോട്ട സമുച്ചയത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കുറേ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പടിഞ്ഞാറേക്ക് ശിരസുയർത്തി നിൽക്കുന്ന മുഖമണ്ഡപവും നന്ദിമണ്ഡപവും ഗർഭഗൃഹമുള്ള ശിഖരേശ്വര ക്ഷേത്രവുമാണ് ഏറ്റവും കൂടുതൽ ആകർഷണീയമായി എനിക്ക് തോന്നിയത്. ഏതു വേനലിലും ജലസമൃദ്ധി ഉറപ്പാക്കാൻ ചെറുതും വലുതുമായ 7 കുളങ്ങൾ, മുകളിലെ മഴവെള്ള സംഭരണിയിൽ നിന്ന് ഭൂഗർഭ കനാലുകളിലൂടെ കുളങ്ങളിൽ വെള്ളമെത്തിക്കുന്നു. മുകളിലേക്കുള്ള പാതക്കരികിൽ തന്നെ കാട് വന്നു മൂടി മറഞ്ഞിരിപ്പുണ്ട്. ചില കുളങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ശരിക്കുമുള്ള വിസ്മയ ലോകത്തിലേക്ക് നമ്മൾ നടന്നു തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഗംഭീരവും വിശാലവുമായ ഒരു കൊട്ടാരത്തിൻ്റെ തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്ന കോട്ടയ്ക്കുള്ളിലെ വലിയ ആകർഷണം എന്ന് പറയുന്നത്. രാജധാനിയുടെ കവാടത്തിന് സമീപം വഴിയരികിൽ വക്കുപൊട്ടിയ വലിയൊരു കൽത്തൊട്ടി കാണാം. അതിവിശാലവും നിരന്നതുമായ അടിസ്ഥാനത്തിന് മുകളിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. നിറയെ കൽത്തൂണുകളാണ് ഈ കാണുന്നത്. മുഴുവൻ കൽത്തൂണുകളാണ്. കുറേയേറെ തൂണുകളൊക്കെ മറിഞ്ഞും വീണും പോയിട്ടുണ്ട്. പക്ഷെ അതിശയകരമാണ് കൊട്ടാരത്തിൻ്റെ വാസ്തുശില്പ നിർമ്മിതി. രാജസദസ്സ് സമ്മേളിക്കുന്ന വിശാലമായ പ്രധാന തളത്തിന് ചുറ്റുമായി നിരവധി മുറികളുണ്ട്. പൂജാമുറി, കല്ലടുപ്പും ആട്ടുകല്ലും ഒക്കെയുള്ള അടുക്കള, വെള്ളം ഒഴുകിയെത്തുന്ന കല്ലുപാകിയ കുളിമുറി, ശൗചാലയം, അടുക്കളയിലെ കല്ലടുപ്പിൽ ഒരേ സമയം 5 പാത്രങ്ങളൊക്കെ വെക്കാനാവും. ആ കാണുന്ന ഒരു രാജധാനിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. തൊട്ടപ്പുറത്തായിട്ട് വിസ്തൃതമായ അടഞ്ഞ ചതുരത്തിന് നടുവിൽ കൽപ്പടവുകളുള്ള മനോഹരമായിട്ടുള്ള ഒരു കുളം കാണാം. സമീപകാലത്ത് ഇവിടെ ധാരാളം ഗവേഷണങ്ങളൊക്കെ നടന്നു. അങ്ങനെ ഒരു കാലത്ത് പ്രതാപത്തിൻ്റെ ഉച്ചകോടിയിലുണ്ടായിരുന്ന രാജധാനിയുടെ അവശിഷ്ടങ്ങൾ കാലം തീർത്ത യവനിക നീക്കി പ്രത്യക്ഷമായി. പുരാവസ്തു വകുപ്പ് ഈയിടെ കവലേദുർഗയെ കൈയൊഴിഞ്ഞൊരു മട്ടാണ് കേട്ടോ. കാരണം വഴിതെറ്റി ആരെങ്കിലും കയറി വന്നാൽ മാത്രമേ ഈ ഒരു കോട്ട, ഞാൻ പറഞ്ഞതുപോലെ 7 നിലകളിലാണ് ഈ ഒരു കോട്ട ഉണ്ടായിരുന്നത്. ആരെങ്കിലും വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ, പണ്ട് വലിയൊരു രാജധാനിയായിരുന്നു, 7 നിലകളിലായിട്ടുണ്ടായിരുന്ന ഒരു കൊട്ടാരമായിരുന്നു. ആ കൊട്ടാരത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒന്ന് കാതോർത്താൽ എങ്ങോ മറിഞ്ഞുപോയ ഒരു കാലത്തിൻ്റെ കുളമ്പടി ഒച്ചകൾ ഇന്നും ഈ കോട്ടയ്ക്കുള്ളിൽ മുഴങ്ങുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒന്ന് കണ്ടിരിക്കണം. മലയാള നാടിൻ്റെ അതിർത്തിക്ക് ഏറെ അകലെയല്ലാതെ പശ്ചിമഘട്ടത്തിൻ്റെ കരിധാവയിൽ മുങ്ങി കഥകളുടെയും കാഴ്ചകളുടെയും ശിലാശില്പ ചാരുതയുമായിട്ട് കവലേദുർഗ സഞ്ചാരികളെ കാത്തിരിക്കുകയാണ്.
ഈ കോട്ടയുടെ ചരിത്രം എന്ന് പറയുന്നത് ബിജാപുർ സുൽത്താനായിരുന്ന ആദിൽ ഷായുടെ സൈന്യം 14-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിൽ ഭുവനേരി കോട്ട ആക്രമിച്ച് കൈക്കലാക്കുകയായിരുന്നു. പക്ഷേ 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്വതന്ത്ര രാജ്യമായിട്ട് അല്ലെങ്കിൽ രാജവംശമായിട്ട് ഈ ഒരു സ്ഥലം മാറി. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ നായക വംശത്തിലെ കരുത്തനായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു, വെങ്കടപ്പ നായക. അദ്ദേഹമാണ് ഈ കോട്ടയ്ക്കുള്ളിൽ നമ്മൾ കണ്ട ക്ഷേത്രങ്ങളും ശൃംഗേരി മാതയുടെ ക്ഷേത്രങ്ങൾ, ധാനിപുര, ഖജനാവ്, ആനക്കൊട്ടിൽ, കുതിരപ്പന്തി, തടാകങ്ങൾ ഈ കാണുന്നതെല്ലാം പണിതെടുത്ത് ഗംഭീരമായിട്ടുള്ള ഒരു രാജധാനിയാക്കി മാറ്റിയത്. അങ്ങനെ അദ്ദേഹം ഈ കോട്ടയ്ക്കയുടെ പേരും മാറ്റിയിട്ട് കവലേദുർഗ എന്ന പേരും മാറ്റി. പക്ഷേ ഒളിയുദ്ധമുറകൾ കൊണ്ട് മുഗളന്മാരെ പോലും വിറപ്പിച്ച റാണി ചെന്നമ്മാജി, റാണി വീരമ്മാജി തുടങ്ങിയ നിരവധി ഭരണാധികാരികൾ കവലേദുർഗ വാണരുളി. പക്ഷേ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴത്തേക്ക് അവരെല്ലാവരും ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മുന്നിൽ നിന്ന് തോറ്റു പിന്മാറേണ്ട വന്നു. അങ്ങനെ ഈ കോട്ട ടിപ്പു സുൽത്താൻ്റെ അധീനതയിലായി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണുന്ന കവലേദുർഗ കോട്ടയുടെ ചരിത്രമെന്ന് പറയുന്നത്. കവലേദുർഗ എന്ന കോട്ടയിലെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ കാണാനും മനസ്സിലാക്കാനും. എന്തായാലും കവലേദുർഗയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ രാജപ്രതാപത്തിൻ്റെ തിരുശേഷിപ്പെന്നോണം കാലത്തിൻ്റെ രഥചക്രങ്ങൾക്ക് കീഴെ എന്നോ തകർന്നടിഞ്ഞ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ മുന്നിൽ ചിതറിക്കിടപ്പുണ്ട്. എന്തായാലും ചരിത്ര പെരുമ കൊണ്ടും വാസ്തുശില്പ ചാരുത കൊണ്ടും കടന്നു വരുന്ന ഏതൊരു യാത്രികനെയും അമ്പരിപ്പിക്കും കവലേദുർഗ എന്ന മനോഹരമായിട്ടുള്ള കോട്ട. അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ കർണാടകയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു സ്ഥലം കാണാൻ മറന്നു പോകരുത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഈ കോട്ടയുടെ സൗന്ദര്യം വേറെ ഒന്നാണ്. ഒത്തിരി ചരിത്രങ്ങളും അവശിഷ്ടങ്ങളും മണ്ണടിഞ്ഞു കിടക്കുന്ന കവലേദുർഗ കോട്ട സഞ്ചാരികളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരിച്ചു വരുന്ന ഈ വഴി, ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴി ദക്ഷിണേന്ത്യയുടെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന അഗുംബെ എന്ന മനോഹരമായ ഒരു പാതയിലൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അഗുംബെ ഇത്ര പ്രശസ്തമാകാൻ കാരണം RK നാരായണൻ്റെ മാൽഗുഡി ഡേയ്സ്, അതിനകത്ത് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അഗുംബെ. അതിനകത്ത് പറയുന്ന ഒരു സാങ്കല്പിക പട്ടണമാണ് കേട്ടോ. പക്ഷേ ദക്ഷിണേന്ത്യയുടെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന അഗുംബെ ഘാട്ടിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര. പക്ഷേ അഗുംബെ ഇത്ര ഫേമസ് ആകാൻ വേറൊരു കാരണമുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പായ രാജവെമ്പാലകളുടെ നിർണായക ആവാസ കേന്ദ്രമാണിത്. 18 അടി വരെ ഉയരത്തിൽ നിൽക്കുന്ന പാമ്പുകൾ. കാരണം ധാരാളം രാജവെമ്പാലകൾ മാത്രമുള്ള ഒരു കാടാണ് ഈ കാണുന്ന അഗുംബെ. അതുകൊണ്ട് തന്നെ കിങ് കോബ്ര ഗവേഷണത്തിനൊക്കെ വേണ്ടിയിട്ട് 2005 വന്യജീവി സംരക്ഷകനായിട്ടുള്ള റോമുലസ് വിറ്റേക്കർ എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ഗവേഷണ കേന്ദ്രമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും അഗുംബയിലെ രാജവെമ്പാലകൾ മാത്രം ഉള്ള ഈ കാട്ടിലൂടെ ഒരു യാത്ര പോയിരിക്കേണ്ടതാണ്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് അങ്ങനെ അധികമൊന്നും വണ്ടി നിർത്താനായിട്ടുള്ള പെർമിഷനൊന്നുമില്ല. പക്ഷേ അഗുംബെ കാട്ടിലൂടെ ദക്ഷിണേന്ത്യയുടെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന
അഗുംബെ കാട്ടിലൂടെയുള്ള യാത്ര മനോഹരമാണ്. പോകുന്ന വഴിക്കൊക്കെ ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്. കാഴ്ചകളുള്ള സ്ഥലത്തൊക്കെ പോലീസുകാരൊക്കെ ഉണ്ട്. നമുക്കവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. പിന്നെ ട്രെക്കിങ്ങിന് മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് അഗുംബെ. കർണാടകയുടെ മറഞ്ഞിരിക്കുന്ന ഒരു രത്നം എന്ന് വേണമെങ്കിൽ അഗുംബെ വിശേഷിപ്പിക്കാം. പക്ഷേ ഒന്ന് ഓർക്കുക, മൺസൂൺ മഴക്കാലത്താണ് അഗുംബെ കൂടുതൽ സുന്ദരിയായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യാത്ര എന്തുകൊണ്ടും നല്ലതാണ്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയുടെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന മഴക്കാടുകളിലൂടെയുള്ള ഒരു യാത്ര ബൈക്ക് റൈഡേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റൂട്ട് കൂടിയാണ് ഈ ഒരു സ്ഥലം.